ആ ചേട്ടാ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? അത് ഒത്തിരി നാളുകൂടി കല്യാണം തന്നെ ഒത്തിരി പെണ്ണ് കണ്ടു, ഒന്നും നടന്നില്ല. അതിനെച്ചാൽ പെണ്ണ് ഇഷ്ടപ്പെട്ടില്ല. പെണ്ണ് ഇഷ്ടപ്പെട്ടില്ല? അത് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്നാണോ ചേട്ടന്? അതില്ല, എൻ്റെ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ പെണ്ണ് കണ്ടു ചോദിക്കും ചോറ് തരാമോ? എനിക്ക് ചോറ് വേണ്ടിയില്ല, ഞാൻ ചോറുണ്ട്, ഒത്തിരി ചോറുണ്ട്, ചോറ് തരാമോ ചോദിക്കുമ്പോൾ അവർ പറയും ഇവന് പെണ്ണ് കൊടുക്കുന്നില്ലെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പോരും. അങ്ങനെ വന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഒരു പെണ്ണുണ്ട്, നമുക്ക് ആലോചിക്കാമെന്ന്. ഞാൻ പറഞ്ഞു എന്നാ ആലോചിക്കാം, നമുക്ക് ചോറ് കിട്ടുമല്ലോ, കല്യാണം ഒത്തിരി ചോറ് കിട്ടുമല്ലോ. ഞാനിപ്പോൾ ഇന്നലെ കല്യാണം കഴിച്ചു. ഭാര്യയല്ലേ പെണ്ണാണ്, പെണ്ണ്. ഞാൻ പെണ്ണെന്നാ വിളിക്കുന്നത്. കല്യാണം കഴിയുമ്പോൾ ഭാര്യയല്ലേ? അല്ല പെണ്ണാ. നമ്മളെപ്പോഴും പെണ്ണ് കാണാൻ പോവില്ലേ, പെണ്ണാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കേ ഞാൻ ഇന്നലെ കെട്ടാൻ ചെന്നു. കല്യാണം കഴിഞ്ഞ് ഒത്തിരി ചോറ് കിട്ടി. ചോറിയാണ് ചോറ് എന്നുവെച്ച് ഞാൻ എഴുതിച്ചപ്പെട്ടില്ലേ, എല്ലാവരുടെ ഇലയിൽ പഴവും ഈ ഉപ്പേരിയൊക്കെ ഇരിക്കുന്നത്. അവരെ കഴിച്ചില്ല, ഞാൻ അതിനടുത്ത് തിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നേ. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോട്ടില്ല, എല്ലാവരും കൂടെ വൈകിട്ടായിരുന്നു പറഞ്ഞേ. ആ മുറിയിലോട്ടില്ല, എനിക്ക് നാളെ വേണ്ട അവിടെ ഇരിക്കുന്നത്, അങ്ങോട്ട് കയറി ചെല്ലാണ്ട് ഭയങ്കര ആളാണ്. അന്നേരം ഉണ്ടല്ലോ എന്നെ എല്ലാവരും ഉന്തി തള്ളി ഇട്ട് ഞാൻ കരുതി ചോറവിടെ കാണും, ചോറ് തരാനായിരിക്കട്ടെ. ഞാൻ അവിടെ ചെന്ന് പെണ്ണിനോട് ചോദിച്ചു ചോറിൻ്റെ എന്നാ പറഞ്ഞു, ചോറൊന്നും ഇല്ല എന്നേ. പെണ്ണ് നുണ പറയാനാണ് വാർത്ത. ഞാൻ കട്ടിലിനടിയിലൊക്കെ നോക്കി ചോറില്ല. അത് കഴിഞ്ഞപ്പോൾ പെണ്ണ് ഒരു ഗ്ലാസ് പാലും ഒരാപ്പിളും കൊണ്ട് തന്നു. ഞാനത് മുഴുവൻ കഴിച്ച് ആപ്പിൾ അവിടെ ഇത് കഴിച്ച് പാല് കുടിച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണ് പറയുകയാണ് താഴെ കിടന്നോളാമോ, എനിക്ക് ഭയങ്കര ആവിയാണ്. ഞാൻ വെച്ച് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ താഴെ കിടന്നോളാം തന്നെ. ഞാൻ താഴെ കിടന്നേ. നേരം വിളിച്ചപ്പോൾ എന്നെ കുറേ പേര് വന്ന് പിടിച്ച് വെളിയിലിറക്കി, നീ വെളിയിലിറങ്ങിയിരിക്കാൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി പേര് വന്നപ്പോൾ കണ്ടപ്പോൾ ഇന്നും കല്യാണമാണോ എന്നടിച്ചത്, ഇന്നും ചോറ് കിട്ടും എന്നോർത്തിരുന്നപ്പോഴാണ് അവർ പറഞ്ഞ് പെണ്ണ് പറ്റാൻ. ഇന്നലെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് പറ്റും. അതായത് പെണ്ണിനോട് പറയാതെ ചേട്ടൻ്റെ അതേ പോകാതെ എനിക്ക് ഭയങ്കര നാടാ ആ കൊച്ചിനെ കാണാൻ. എന്നിട്ട് കൊച്ചിനെ പോയി കാണാൻ വേണം. പിന്നെ എന്നെ പോലെ ഇരിക്കുന്ന കൊച്ചിനെ അല്ലേ ഞാൻ കാണാൻ വേണേ. അങ്ങനെ ഞാനിനി സന്തോഷിച്ചിരിക്കുക. എന്നാന്നറിയാമോ, ഒത്തിരി പേര് വരുന്നുണ്ട്. അവരൊക്കെ ഈ മുറുക്കൊക്കെ കെട്ടത്തരും. നമ്മൾ കടിച്ചിരിക്കുന്ന മുറുക്കില്ലേ, വട്ടത്തിരിക്കുന്നത് മുറുക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി സാധനം കിട്ടുന്നു, ഒത്തിരി പലഹാരം കിട്ടുന്നുണ്ട്. അതെല്ലാം കൊച്ചിനെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കല്ലോ എനിക്കിനി ചോറും ഉണ്ടോ, ഈ പലഹാരം കിട്ടുമല്ലോ. മുറുക്കിൻ്റെ ഒക്കെ ഒത്തിരി ആവശ്യമുണ്ട്, മുറുക്കണം.